സ്വവർഗാനുരാഗി എന്ന് സ്വയം വിശേഷിപ്പിച്ച ഇമാം മുഹ്സിൻ ഹെൻഡ്രിക്സ് വെടിവെപ്പിൽ കൊല്ലപ്പെടുകയുണ്ടായി. ദക്ഷിണാഫ്രിക്കയിലെ ഗബേഹയിൽ വെച്ചാണ് മുഹ്സിൻ ഹെൻഡ്രിക്സ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. സ്വവർഗാനുരാഗികൾക്ക് സുരക്ഷിതമായ മോസ്ക് നടത്തിയിരുന്ന ഇമാമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ശനിയാഴ്ച കാറിൽ സഞ്ചരിക്കുന്നതിന്റെ ഇടയിലാണ് വെടിവെപ്പുണ്ടായത്. മുഖംമൂടിധാരികളായ 2 പേർ ഇമാം മുഹ്സിൻ ഹെൻഡ്രിക്സിനെതിരെ വെടിയുതിർത്ത ശേഷം സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഇമാമും ഇസ്ലാമിക പണ്ഡിതനും LGBTQ പ്രവർത്തകനുമായിരുന്നു മുഹ്സിൻ ഹെൻഡ്രിക്സ്. ദക്ഷിണാഫ്രിക്കയുടെ തെക്കൻ നഗരമായ ഗബേഹയിൽ ഒരു വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെയാണ് വെടിവെപ്പുണ്ടായത്. ലോകത്ത് ആദ്യമായി സ്വവർഗാനുരാഗി എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഇസ്ലാമിക് പണ്ഡിതനാണ് മുഹ്സിൻ ഹെൻഡ്രിക്സ്. സ്വവർഗാനുരാഗിക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട മുസ്ലിങ്ങൾക്കും സുരക്ഷിത താവളമെന്ന നിലയിൽ ഇന്നർ സർക്കിൾ എന്ന സംഘടനയ്ക്കും മോസ്കിനും മുഹ്സിൻ ഹെൻഡ്രിക്സ് രൂപം നൽകിയിട്ടുമുണ്ട്. ഒട്ടേറെ സ്വവർഗാനുരാഗ വിവാഹങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുകയും ചെയ്തു. കീർ സമൂഹത്തിന്റെ സ്വന്തം ഇമാം എന്നാണ് മുഹ്സിൻ ഹെൻഡ്രിക്സ് അറിയപ്പെടുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ് ആൻഡ് ഇന്റർസെക്സ് സംഘടനകൾ ഇമാമിന്റെ കൊലപാതകത്തെ രൂക്ഷമായി അപലപിക്കുകയും ചെയ്തു. ഹിന്ദുമത വിശ്വാസിയായ പുരുഷനാണ് മുഹ്സിൻ ഹെൻഡ്രിക്സിന്റെ നിലവിലെ ജീവിത പങ്കാളി. 11 വർഷമായി ഇവർ ഒരുമിച്ച് ജീവിക്കുകയായിരുന്നുവെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കേപ്പ് ടൗണിൽ ജനിച്ച മുഹ്സിൻ ഹെൻഡ്രിക്സ് പാകിസ്ഥാനിലെ ഇസ്ലാമിക് സർവകലാശാലയിൽ നിന്നാണ് പഠനം പൂർത്തിയാക്കിയത്. 1991 കേപ്പ് ടൗൺ സ്വദേശിയായ ഒരു സ്ത്രീയെ മുഹ്സിൻ ഹെൻഡ്രിക്സ് വിവാഹം ചെയ്യുകയും ചെയ്തു. ഈ ബന്ധത്തിൽ മുഹ്സിൻ ഹെൻഡ്രിക്സിന് 2 മക്കളുമുണ്ട്. എന്നാൽ 1996 മുഹ്സിൻ ഹെൻഡ്രിക്സ് വിവാഹമോചിതനായി. പിന്നാലെയാണ് മുഹ്സിൻ ഹെൻഡ്രിക്സ് സ്വവർഗാനുരാഗിയാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നത്. ഇതിന്റെ പേരിൽ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും കടുത്ത വേർതിരിവും ഭീഷണിയും നേരിടേണ്ടി വന്നിരുന്നു. അറബി ഭാഷ പഠിപ്പിച്ചും ഫാഷൻ ഡിസൈനിങ് രംഗത്ത് സജീവമായിരുന്ന മുഹ്സിൻ ഹെൻഡ്രിക്സ് ഈ കഴിഞ്ഞ ദിവസമാണ് കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മരണം ഇപ്പോഴും ദുരൂഹത നിറയ്ക്കുകയാണ്. പല ഇസ്ലാമിക രാജ്യങ്ങളിലും ഇപ്പോൾ ഗേ അല്ലെങ്കിൽ ബൈസെക്ഷൽ, ഹോമോസെക്ഷൽ ആയിട്ടുള്ള പലതും കുറ്റകൃത്യമായി നിലനിൽക്കുകയാണ്. വധശിക്ഷ വരെ ലഭിക്കുന്ന ഒരു കാര്യമാണ്, ഇല്ലെങ്കിൽ കുറ്റകൃത്യമാണ് ഇതെല്ലാം. ആ ഒരു സമയത്താണ് ഇസ്ലാമിക പണ്ഡിതനായ ഇദ്ദേഹം സ്വയം ഗേ ആണെന്ന് അവകാശപ്പെടുന്നത്. അത് കടുത്ത ഒരു നീതിബോധവും അതുപോലെ തന്നെ പൊതുബോധവും ഉയർത്തിക്കാട്ടുന്നുണ്ട്. കാരണം സ്വന്തം വ്യക്തിത്വം അടയാളപ്പെടുത്തുന്നതിൽ അദ്ദേഹം കാണിച്ച ധീരത അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണെങ്കിലും കുറ്റവാളികളെ ഉടൻ കണ്ടെത്തി ശിക്ഷാ നടപടികൾ ഉടൻ പൂർത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഇതുപോലുള്ള അക്രമം ഇനിയും രാജ്യങ്ങളിൽ വർദ്ധിക്കുക തന്നെ ചെയ്യും.